ഹലോ വെൽക്കം ബാക്ക് ടു യുവർ ഫാമിലി. നമ്മുടെ ചാനലിലെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ എന്നും പതിവ് പോലുള്ള കാഴ്ചകൾ തന്നെയാണ് ഇന്നും കാണുന്നത് കേട്ടോ. അപ്പോൾ രാവിലെ നേരത്തെ നീച്ചു എന്നും പറഞ്ഞ് എനിക്കിത് ശീലമാവാൻ തുടങ്ങി കേട്ടോ. അപ്പോൾ എല്ലാവരും ഒന്ന് ക്ഷമിക്കണം കേട്ടോ. കാരണം നമുക്ക് ഇതൊക്കെ തന്നെയല്ലേ ഇപ്പോൾ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. അതുകൊണ്ട് മാത്രമാണ് കേട്ടോ. എനിക്കറിയാം വെറുപ്പിക്കൽസാണെന്ന് എനിക്കറിയാം. പിന്നെ അത് മാത്രമല്ല, നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്ന ആൾക്കാരും ഉണ്ട് കേട്ടോ. കുറച്ച് ലോങ് വീഡിയോ കുറച്ച് ലെങ്ത്ത് കൂട്ടിയിടുമെന്നൊക്കെ ചോദിച്ചിട്ട് ഞാൻ അന്തം വിട്ടു കേട്ടോ. ഈശ്വര, എൻ്റെ ഈ മണ്ടത്തരങ്ങൾ കേൾക്കാൻ ആൾക്കാരുണ്ടോ എന്നൊക്കെ വിചാരിച്ചു കേട്ടോ. അപ്പോൾ ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്കും കൂടി വേണ്ടിയിട്ടാണ് കേട്ടോ. അപ്പോൾ എന്നും പതിവ് പോലെ തന്നെ നേരത്തെ നീച്ചു കേട്ടോ. അപ്പോൾ അരി കഴുകിയിടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. കാപ്പിക്കുള്ള വെള്ളം കാപ്പി ഉണ്ടാക്കലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇന്നാണെന്നുണ്ടെങ്കിൽ എന്നും പതിവ് പോലെ തന്നെ തണുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. മകരമാസമൊക്കെ ആണല്ലോ, അപ്പോൾ അതുകൊണ്ട് തന്നെ തണുപ്പുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ ഈ വോയിസ് പറയുന്ന സമയത്ത് ഇടയിൽ കൂടെ സൗണ്ട് എന്തെങ്കിലും കേൾക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ അതൊന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം ഫാൻ ഇട്ടിട്ടുണ്ട് ഇവിടെ. അപ്പോൾ അതിൻ്റെ ഒരു ചെറിയ ശബ്ദം ഉണ്ട് കേട്ടോ. അതൊന്നും ആരും ശ്രദ്ധിക്കാനായിട്ട് നിൽക്കണ്ട. അപ്പോൾ അങ്ങനെ അരിയിടലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. കാപ്പി വെക്കലും ഒക്കെ കഴിഞ്ഞു കേട്ടോ. അതിനുശേഷം ഞങ്ങൾ ഇന്നലെ പ്രാക്ടീസ് കഴിഞ്ഞിട്ട് വരുന്ന സമയത്ത് കടയിൽ കയറിയിട്ട് കോളിഫ്ലവർ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും ഉപ്പേരി വയ്ക്കാൻ, എനിക്ക് ഫുഡ് കൊണ്ടുപോകണ്ടല്ലേ, അപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലും ഉപ്പേരി വയ്ക്കാൻ എന്തെങ്കിലും വാങ്ങിക്കാമെന്ന് വിചാരിച്ച് കയറിയിട്ട് കോളിഫ്ലവർ വാങ്ങിച്ചു കേട്ടോ. പിന്നെ ബീട്രൂട്ട് ഇവിടെ ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് സത്യം പറഞ്ഞാൽ അതിൻ്റെ കാര്യം ഓർമ്മയേ ഉണ്ടായിരുന്നില്ല കേട്ടോ, ബീട്രൂട്ട് ഇവിടെ ഉള്ള കാര്യം. അപ്പോൾ അതൊന്ന് ഉപ്പേരി വയ്ക്കാം, ഇത് മസാലക്കറി പോലെ ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ കുഞ്ഞൊരു കോളിഫ്ലവറാണ് കേട്ടോ, വലുതൊന്നുമല്ല, ചെറുതാണ്. അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കിച്ചുവിനാണെന്നുണ്ടെങ്കിലോ കോളിഫ്ലവർ മസാലക്കറി ഒന്നും വെച്ച് കഴിഞ്ഞാൽ വലിയ ഇഷ്ടമില്ല കേട്ടോ. അവന് വറുത്ത് കഴിഞ്ഞാലാണ് ഇഷ്ടമുള്ളൂ. ഇതാണെന്നുണ്ടെങ്കിൽ ഒരു ചെറിയ കോളിഫ്ലവറാണ് കേട്ടോ. അത് വറുത്ത് കഴിഞ്ഞാൽ ഒന്നും ഉണ്ടാവില്ല, അവന് കൊണ്ടുപോകാനുള്ളത് മാത്രമേ ഉണ്ടാവുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഏട്ടനും കൂടി കൊണ്ടുവരണമല്ലോ, അപ്പോൾ അതുകൊണ്ട് വറക്കണില്ല, മസാലക്കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. അത് വറുത്ത് കഴിഞ്ഞാലും ഇങ്ങനെ ചുരുങ്ങി വരുമല്ലോ, അത് അങ്ങനത്തെ ഒരു സംഭവമാണല്ലോ. അപ്പോൾ അതുകൊണ്ട് വറക്കണില്ല. മസാലക്കറി വെച്ച് കഴിഞ്ഞാൽ എല്ലാവർക്കും കഴിക്കാമല്ലോ. പിന്നെ അവന് ബീട്രൂട്ട് ഉപ്പേരി ഉണ്ടെന്നുണ്ടെങ്കിൽ വേറെ ഒന്നിൻ്റെ ആവശ്യമില്ല കേട്ടോ, അത് വേറെ കാര്യം. അവന് ബീട്രൂട്ട് ഉപ്പേരി എന്ന് പറഞ്ഞ ജീവനാണ് കേട്ടോ. അപ്പോൾ അതും കൂടി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു. പിന്നെ നമ്മുടെ ഗ്യാസ് വന്നിട്ടില്ല, എന്നാണ് വരിക എന്നൊന്നും ഒരു ഐഡിയ ഇല്ല കേട്ടോ. അവർ വരുന്ന സമയത്ത് എന്തായാലും വിളിക്കും. അപ്പോൾ ഇതുവരെ വിളിക്കലൊന്നും ഉണ്ടായിട്ടില്ല. ഇന്ന് ചിലപ്പോൾ വിളിക്കുന്നുണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. 2-3-4 കുറച്ച് ദിവസമായി ബുക്ക് ചെയ്തിട്ടൊക്കെ കുറച്ച് ദിവസമായല്ലോ. അപ്പോൾ വിളിക്കുന്നുണ്ടാവുമായിരിക്കും. ഗ്യാസും കൂടി വന്നതാണെന്നുണ്ടെങ്കിൽ കുറച്ച് ആശ്വാസമായേനെ കേട്ടോ ഈ അടുപ്പിൻ്റെ യുദ്ധത്തിൽ നിന്ന്. കാരണം അടുപ്പിനെ കുറ്റം പറയല്ല കേട്ടോ. എല്ലാതും കൂടി രാവിലെ എല്ലാവരും ഫുഡ് കൊണ്ടുപോകണവരുണ്ടല്ലോ ഇവർ രണ്ടുപേരും. അപ്പോൾ രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ട് 2 തരം കറികളൊക്കെ ഉണ്ടാക്കേണ്ടി വരും കേട്ടോ. ഏട്ടന് കൊണ്ടുപോകുന്ന കറി കിച്ചുവിനും പറ്റില്ല, കിച്ചുവിന് കൊണ്ടുപോകുന്ന കറി ഏട്ടനും പറ്റില്ല, അങ്ങനെയൊക്കെയാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്യാസ് ഇല്ലാത്ത കാരണം നല്ല പാടാണ് കേട്ടോ അടുപ്പിൽ വെക്കുമ്പോൾ. എല്ലാതും ഒരു അടുപ്പിലാവണമല്ലോ, പിന്നെ സമയത്തിൻ്റെ പ്രശ്നം അതൊക്കെ കാരണം കൊണ്ടാണ് കേട്ടോ പറയണത്, അല്ലാണ്ട് വേറെ ഒന്നുമില്ല. അങ്ങനെ കോളിഫ്ലവർ അരിയലും ഞാനത് നല്ല തിളച്ച വെള്ളത്തിൽ മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് അങ്ങനെ കുറച്ച് നേരം വെച്ചിട്ടുണ്ട് കേട്ടോ. തിളപ്പിക്കാനൊന്നും പറ്റില്ല, കാരണം പറ്റില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ല, ചോറായിക്കൊണ്ടിരിക്കുകയാണല്ലോ, അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ നല്ല തിളച്ച വെള്ളത്തിൽ കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ടിട്ട് കോളിഫ്ലവർ അതിൽ ഇട്ട് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ആ ഒരു സമയം കൊണ്ട് അതൊന്ന് കുറച്ച് നേരം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ച് അങ്ങോട്ട് മാറ്റി വെച്ചു. അതിനുശേഷം ബീട്രൂട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു കേട്ടോ 2 അത് 2 എടുത്തിട്ട് വേഗം ഉപ്പേരി വയ്ക്കാനുള്ള പണി തുടങ്ങി കേട്ടോ. അത് നൈസായിട്ട് നല്ല ചെറിയ കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ടാണ് കേട്ടോ ഞാൻ അരിയാറുള്ളത്. അത് ബീട്രൂട്ട് ഞാൻ എപ്പോഴും അങ്ങനെ തന്നെ ചെയ്യുള്ളൂ, കുഞ്ഞു കഷ്ണങ്ങളാക്കിയിട്ട് അരിയുള്ളൂ കേട്ടോ. അതെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ വേവും ചെയ്യും, നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ, ഒരു ഭംഗിയുണ്ട് കേട്ടോ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ തേങ്ങയൊക്കെ ഇട്ടിട്ടുള്ള ബീട്രൂട്ട് ഉപ്പേരിയാണ് കേട്ടോ ഉണ്ടാക്കാൻ വേണ്ടി പോണത്. അപ്പോൾ കിച്ചനാണെന്നുണ്ടെങ്കിൽ ഈ ബീട്രൂട്ട് എന്ന് പറഞ്ഞ ജീവനാണ് കേട്ടോ, നല്ല ഇഷ്ടമാണ് കേട്ടോ. പിന്നെ അത് കഴിക്കുന്നത് നല്ലതാണല്ലോ, നല്ല ബ്ലഡൊക്കെ ഉണ്ടാവാനായിട്ട് നല്ലതുമാണല്ലോ. അപ്പോൾ തേങ്ങയൊക്കെ അരച്ചിട്ട് ഉണ്ടാക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ കഴിക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ അങ്ങനെ പറഞ്ഞ് നമ്മുടെ കോളിഫ്ലവർ കറിയൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. മസാലയൊക്കെ ആക്കി നല്ല അടിപൊളിയാക്കിയിട്ട് വന്നിട്ടുണ്ട്. വെള്ളമൊക്കെ നല്ല വറ്റി നല്ല മണമൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവുമെന്ന് വിചാരിക്കണം. അങ്ങനെ അതുണ്ടാക്കി അത് മാറ്റി വെച്ചു. ഈ ഒരു സമയം കൊണ്ട് നമ്മുടെ ചോറൊക്കെ ആയിട്ടുണ്ട് കേട്ടോ. കാരണം ഇപ്പോൾ 7 മണി 7:30 ആ ഒരു സമയമൊക്കെ ആയിട്ടുണ്ട്. ഏറ്റവും അവസാനമാണ് ഇതിന് ഉപ്പേരി വെച്ചത് കേട്ടോ. ഉപ്പേരിക്ക് പിന്നെ എത്ര സമയമൊന്നും വേണ്ടല്ലോ വേവാനായിട്ട്, ബീട്രൂട്ടൊക്കെ വേവാൻ ഇപ്പോൾ എത്ര സമയം വേണം. അപ്പോൾ അങ്ങനെ തേങ്ങ അരച്ചത് ഇട്ടിട്ടുണ്ട്.
അരച്ചിട്ടുണ്ട്. വെള്ളം ചേർക്കാതെ ഇട്ട് അരച്ചിരിക്കുന്നത്. തേങ്ങയും പിന്നെ ഒരു പച്ചമുളകും പിന്നെ കുറച്ച് ജീരകവും ഒരു അല്ലി വെളുത്തുള്ളി ഒക്കെ ഇട്ടിട്ടാണ് അരച്ചിരിക്കുന്നത്. ഇങ്ങനെ ഞാനിപ്പോൾ ഉപ്പേരി വയ്ക്കുമ്പോൾ എന്താണെന്നറിയില്ല, ഇപ്പോൾ ഈ ഒരു തേങ്ങ ചിരകി കഴിഞ്ഞ് ഇങ്ങനെയാണ് ഇട്ട് അരയ്ക്കാറുള്ളത്. അതുകൊണ്ട് നല്ല ടേസ്റ്റ് ഉണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. അതുപോലെ തന്നെ കുട്ടികൾക്കും ഭയങ്കര ഇഷ്ടം തന്നെയാണ് കേട്ടോ. അപ്പോൾ ഇങ്ങനെയൊക്കെ ട്രൈ ഉണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ട്രൈ ചെയ്ത് നോക്കണം. എന്തായാലും അടിപൊളി റെസിപ്പിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായി. എല്ലാവർക്കും ഇഷ്ടപ്പെടും. അങ്ങനെ നമ്മുടെ ബീട്രൂട്ട് ഉപ്പേരിയും അതിലേക്ക് തേങ്ങയൊക്കെ പിന്നെ വെള്ളം ഒഴിക്കാതെ തന്നെ കേട്ടോ തേങ്ങ അരയ്ക്കണത്. വെള്ളമൊന്നും ഒഴിക്കണ്ട. ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല, പക്ഷെ ഞാൻ ഒഴിക്കാറില്ല. അതങ്ങനെ ഉപ്പേരി എന്ന് പറയുമ്പോൾ അങ്ങനെ വെറുതെ കിടക്കണമല്ലോ, അങ്ങനെ കട്ട പിടിച്ചിട്ട് എന്താ പറയുക, ഒരു ഗ്രേവി മോഡലൊന്നും ആവണത് അത്ര രസം ഉണ്ടാവില്ലല്ലോ. ഉപ്പേരി എന്ന് പറയുമ്പോൾ എങ്ങനെയല്ലേ ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ. അപ്പോൾ ലാസ്റ്റ് കോഴിമുട്ട 2 പുഴുങ്ങാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അതും കൂടി കുട്ടികൾക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഇപ്പോൾ കഴിക്കാനുള്ളതാണ് കേട്ടോ. അവർക്ക് പുഴുങ്ങിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു. അത് ഞാനെടുത്തിട്ട് കുറച്ച് പച്ചവെള്ളത്തിൽ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ, ഒന്ന് ചൂടൊക്കെ ഒന്ന് ആറാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഫുഡ് കഴിക്കൽ, കുളിപ്പിക്കൽ, പിന്നെ എല്ലാം ചടപടയെന്നായിരുന്നു കേട്ടോ. അതെല്ലാം കഴിഞ്ഞ് നമ്മുടെ കിച്ചു പോകാനായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഇന്ന് വെനസ്ഡേ ആയ കാരണം തന്നെ യൂണിഫോമിന് ചെറിയൊരു ചേഞ്ച് ഉണ്ട് കേട്ടോ. സ്പെഷ്യൽ യൂണിഫോമാണ്. അങ്ങനെ അവനെ പറഞ്ഞയച്ചു. അതിന് ശേഷം ഞാൻ തുണികൾ തിരുമ്പാനും ഒക്കെ നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ തുണികൾ തിരുമ്പലും ഒക്കെ കഴിഞ്ഞു. പിന്നെ നല്ല പോലെ വെയിലുണ്ട് കേട്ടോ. നമ്മുടെ തുമ്പിക്കുട്ടി ഉണ്ടെങ്കിൽ നല്ല ചുമയാണ് കേട്ടോ അവിടെ. കാരണം അവർ ഉറങ്ങുന്ന സമയത്താണ് ഞാനിപ്പോൾ വോയിസ് പറയാൻ നിൽക്കുന്നത് കേട്ടോ. എന്ന് വെച്ചാൽ രാത്രി 2 പേരും ഉറങ്ങിയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു സമയത്താണ് ഞാൻ വോയിസ് പറയണത്. അതിൻ്റെ ഇടയിൽ കൂടെ ഒരു ചുമ വന്നതാണ് കേട്ടോ. അങ്ങനെ നമ്മുടെ തുണികൾ തിരുമ്പലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ വെയിലുള്ള കാരണം തന്നെ വലിയ സീനൊന്നും ഇല്ല കേട്ടോ. പെട്ടെന്ന് തന്നെ തുണികൾ ഉണങ്ങി കിട്ടും. തുണികൾ ഉണങ്ങി കിട്ടുന്ന വഴിയേ അറിയണില്ല കേട്ടോ. പെട്ടെന്ന് തന്നെ ഉണങ്ങി കിട്ടുന്നുണ്ട് കേട്ടോ. വെയിലല്ലെങ്കിൽ കാറ്റുണ്ടല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ തുണികളെല്ലാം വേഗം തന്നെ ഉണങ്ങി കിട്ടുന്നുണ്ട്. അങ്ങനെ ഇന്ന് പിന്നെ അത്രയ്ക്ക് കൂടുതൽ തുണികളൊന്നും ഇല്ല കേട്ടോ. ഡെയിലി ഇപ്പോൾ തിരുമണ കാരണം കൊണ്ട് തന്നെ ഇപ്പോഴല്ല, എപ്പോഴും ഞാൻ ഡെയിലി തിരുമ്പാറുണ്ട്. പക്ഷെ ഡെയിലി തിരുമ്പിയാലും ചില സമയത്ത് തുണികൾ കുറച്ച് കൂടുതൽ ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇന്ന് എന്നത്തെ പോലെ കുറച്ച് തന്നെ ഉണ്ടായിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കുറച്ച് കിച്ചുവിൻ്റെ യൂണിഫോമും ഷർട്ടൊക്കെ ഞാൻ ഇവിടെ ഇടാറുള്ളൂ. കാരണം വെയിൽ ഓവറായി കഴിഞ്ഞാൽ നിരച്ച് പോകില്ല. അപ്പോൾ അതുകൊണ്ടാണ് അവിടെ ഷീറ്റിൻ്റെ മേലെ ഇടാത്തത് കേട്ടോ. ബാക്കിയുള്ള തുണികളൊക്കെ എന്താ പറയുക, ഷീറ്റിൻ്റെ മേലെ കൂടെ ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതിന് ശേഷം തുണികൾ ഉണക്കലും ഒക്കെ കഴിഞ്ഞു. നമ്മുടെ തുമ്പിക്കുട്ടീനെ ഇനി അംഗനവാടിക്ക് കൊണ്ടാക്കാനൊക്കെ ഉണ്ട് കേട്ടോ. നേരത്തെ വേറൊരു ഡ്രസ്സാണ് ഇട്ടിട്ടുണ്ടായിരുന്നു കുളി കഴിഞ്ഞപ്പോൾ. ഇപ്പം വേറെ ഒരെണ്ണം ഇട്ടിട്ട് വരുന്നുണ്ട്. ഇനിയിപ്പോൾ പോണ സമയത്ത് ഇതന്നെ ഇടുമെന്ന് വലിയ ഉറപ്പൊന്നുമില്ല കേട്ടോ. അവളിങ്ങനെ വിധം മാറ്റിക്കൊണ്ടിരിക്കലാണ് കേട്ടോ അവൾക്ക് പണി. അവൾക്കിപ്പോൾ അവൾ തിരുമ്പണമൊന്നുമില്ല, ബാക്കിയുള്ളവരെല്ലാം തിരുമ്പിയിട്ട് ആകെ നടുപിടിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് പിന്നെ അവൾക്ക് മാറ്റി മറിച്ചൊക്കെ ഇങ്ങനെ ഇടാലോ. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുറച്ച് വെള്ളമൊക്കെ അതിൽ നിറച്ച് വെച്ച് പാത്രം കഴുകണേൽ കേട്ടോ. പാത്രം കഴുകിയിട്ടൊന്നും ഉണ്ടാകുന്നില്ല. രാവിലത്തെ ഒരു ട്രിപ്പ് കഴിഞ്ഞു കേട്ടോ. ഇപ്പോൾ ഫുഡ് കഴിച്ചതിൻ്റെയും അങ്ങനെ കുറച്ച് പാത്രങ്ങളൊക്കെ ഉണ്ടായി. അതൊക്കെ ഒന്ന് തിരുമ്പെന്ന് പറഞ്ഞാൽ അതൊക്കെ ഒന്ന് കഴുകിയെടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മുടെ തുമ്പിക്കുട്ടി ഇവിടെ എന്താ കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാണ്ടല്ലോ, ഇവിടെ നിറച്ച് തൊട്ടാവാടി ഉണ്ടായിട്ടുണ്ട് കേട്ടോ. അവൾ അത് തൊട്ടും കൊണ്ടിരിക്കുകയാണ്. തൊട്ട് കഴിഞ്ഞാൽ അങ്ങനെ വാടിപ്പോലോ, അതെന്തോ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അവൾക്ക്. ഞാൻ തന്നെയാണ് കാണിച്ചു കൊടുത്തിട്ട് തൊട്ടാവാടി ഇങ്ങനെ തൊട്ട് കഴിഞ്ഞാൽ വാടി പോണത്. അതിന് ശേഷം പിന്നെ 2 പേരും ഇതേട്ടോ ഇവിടെ വന്ന് ഇങ്ങനെ തോണ്ടിക്കൊണ്ടിരിക്കും കേട്ടോ തൊട്ടാവാടി ചെടീനെ. അങ്ങനെ പാത്രം കഴുകലും ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ എൻ്റെ കുളിയൊക്കെ രാവിലെ തന്നെ നേരത്തെ കഴിഞ്ഞു കേട്ടോ. ഇപ്പം എന്താണെന്നറിയില്ല, 2 ദിവസമായിട്ട് നേരത്തെ കുളിക്കുന്നുണ്ട്. എത്ര ദിവസം ഉണ്ടാവില്ലെന്നൊന്നും എനിക്കറിയില്ല. എന്തായാലും 2 ദിവസമായിട്ട് നേരത്തെ കുളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് കേട്ടോ. വേറെ ഒന്നുമല്ല, കുളിക്കണം തോന്നി അത്ര തന്നെ കേട്ടോ. അല്ലെങ്കിൽ പിന്നെ ഉച്ചയ്ക്കൊക്കെ ഞാൻ കുളിക്കുള്ളൂ. ഇപ്പോൾ എന്തോ അങ്ങനെ തോന്നി കേട്ടോ. അത് പ്രത്യേകിച്ച് കാരണമൊന്നുമില്ല. അങ്ങനെ അത് കഴിഞ്ഞിട്ട് ഞാനിതാ അകത്തേക്ക് കയറി അവിടെയൊക്കെ ഒന്ന് അടിച്ചു വാരി. അവിടെ ഉമ്മറ ഭാഗവും അവിടെ ഇവിടെയൊക്കെ അടിച്ചു വാരലൊക്കെ കഴിഞ്ഞു കേട്ടോ. അകമൊക്കെ അടിച്ചു വാരി. അടുക്കള മാത്രം അടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇവിടെ ആകെ അലമ്പായിട്ടാണ് കിടക്കണ്ടായിരുന്നു കേട്ടോ. രാവിലത്തെ ഇവരുടെ ചായ കുടിയും പലഹാരങ്ങൾ കളഞ്ഞിട്ടും അങ്ങനെ ഇങ്ങനെയായിട്ട് ആകെ അലമ്പായിട്ട് കിടക്കണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ എല്ലാം കഴിയട്ടെ, എന്നിട്ട് അവസാനം ഞാൻ അടിച്ചു വരുള്ളൂ കൊണ്ട് അവിടെ ഇട്ടിരിക്കുന്നതായിരുന്നു കേട്ടോ. അല്ലെങ്കിൽ അടിച്ചു വരാൻ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ അതിനേ നിൽക്കണം കേട്ടോ. അതിനെന്നെ സമയം ഉണ്ടാവുള്ളൂ. അവളാണെന്നുണ്ടെങ്കിൽ കണ്ടില്ലേ, എൻ്റെ വാല് തൂങ്ങിയിട്ട് ഇങ്ങനെ നടക്കുന്നുണ്ട് കേട്ടോ. അടിച്ചു വരുമ്പോൾ എപ്പോഴുള്ള ശീലമാണ് അവൾക്ക്. അതിനിടയിൽ കൂടെ നടക്കൽ. എനിക്കാണെന്നുണ്ടെങ്കിൽ അത് തീരെ ഇഷ്ടമല്ല കേട്ടോ. പിന്നെ തുടച്ചിട്ടൊന്നുമില്ല, കാരണം ഇന്നലെ നമ്മൾ തുടച്ചതാണ്. അപ്പോൾ അതുകൊണ്ട് ഇന്ന് തുടക്കണില്ല കേട്ടോ. എനിക്കാണെന്നുണ്ടെങ്കിൽ തുടയ്ക്കാൻ ഭയങ്കര മടിയാണ്. പിന്നെ വൃത്തിയായിട്ട് ഇരിക്കണം എന്നുണ്ട്. എപ്പോഴും വൃത്തിയായിട്ട് തന്നെ കാണണം. പക്ഷേ എനിക്ക് എന്നും തുടയ്ക്കാൻ ഒരു ചെറിയ മടിയാണ് കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇന്നേ തുടച്ച കാരണം ഇന്ന് തുടക്കണില്ല. പിന്നെ നമ്മളെപ്പോഴും ഒന്നരാടാണല്ലോ തുടയ്ക്കാറുള്ളത്. അതുകൊണ്ടാണ് കേട്ടോ. ഇനി നാളെ തുടയ്ക്കുള്ളൂ. അങ്ങനെ പിന്നെ ഉച്ചയായി. ഏട്ടൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. ഏട്ടൻ ഇന്ന് വർക്കൊന്നും ഉണ്ടാകുന്നില്ല കേട്ടോ. ഏട്ടന് രാവിലെ നീച്ച് ഞാൻ ഉപ്പേരി ചോറൊക്കെ ഉണ്ടാക്കിയത് വെറുതെ ആയി. നേരത്തെ നീച്ചിട്ട് ഏട്ടന് വർക്കൊന്നും ഉണ്ടാകുന്നില്ല. അപ്പോൾ ഏട്ടൻ വർക്കില്ലാത്ത കാരണം ഏട്ടൻ മീൻ പിടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ 2 വലിയ മീൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ.
ആൾക്ക് വർക്കില്ലാത്ത ദിവസമാണെന്നുണ്ടെങ്കിൽ ഉണ്ടല്ലോ വീട്ടിൽ വെറുതെ ഇരിക്കണ ഇഷ്ടേ അല്ല കേട്ടോ. എങ്ങനെയെങ്കിലും എന്തെങ്കിലും കാട്ടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. ഒന്നല്ലെങ്കിൽ മീൻ പിടിക്കാൻ പോവും, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പരിപാടി ഉണ്ടാവും കേട്ടോ ആൾക്ക്. അങ്ങനെ എന്താ 2 വലിയ മീനിനെ കൊണ്ടുവന്ന് കണ്ണനാണ് കേട്ടോ അത്. അതിന് 2 കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഏട്ടൻ പറയുന്നുണ്ട് കേട്ടോ എൻ്റെ കയ്യിൻ്റെ അത്ര ഉണ്ടോ വരുന്നത്. ഏട്ടനെ തന്നെ പുകഴ്ത്തിക്കൊണ്ടിരിക്കാൻ കേട്ടോ. അപ്പം ഞാൻ അതൊക്കെ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ ഇരിക്കാൻ കേട്ടോ. അപ്പോൾ 2 വലിയ മീൻ, ഈ മീൻ നല്ല ടേസ്റ്റുള്ള മീനാണ് കേട്ടോ. പക്ഷേ ഏട്ടനേനെയാണ് പണി. ഏട്ടനാണ് ഈ മീനൊക്കെ നേരാക്കണ ആൾ കേട്ടോ. ഇങ്ങനത്തെ മീനെ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഞാനും നേരാക്കാൻ നിൽക്കില്ല കേട്ടോ. പിന്നെ ഞാൻ പറഞ്ഞു ഞാൻ കുളിച്ചതാണ്, ഇനി എൻ്റെ മീനാറുള്ളൂ, ഏട്ടനും നേരാക്കി പറഞ്ഞിട്ട് ഏട്ടനും നേരാക്കി തന്നോട്ടെ എനിക്ക്. അങ്ങനെ ഇതാ നമ്മുടെ ഗ്യാസ് എത്തിയിട്ടുണ്ട് കേട്ടോ. എനിക്ക് സന്തോഷമായി ഗ്യാസ് വന്നപ്പോൾ. കുറച്ച് നേരത്തെ ഗ്യാസ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഗ്യാസൊക്കെ കിട്ടി. ആദ്യത്തെ ഉദ്ഘാടനം നമ്മളെ മീൻ വറക്കൽ തന്നെയാണ് ആവട്ടെ എന്ന് വിചാരിച്ചു കേട്ടോ. അയ്യോ എത്രയോ ദിവസമായി ഗ്യാസ് ഇല്ലാതെ ഞാൻ കിടന്ന് നരകിക്കണമെന്ന് അറിയോ. ഇന്ന് അതങ്ങോട്ട് തീർന്നു. ഇപ്പം ഗ്യാസ് വന്നപ്പോൾ ഭയങ്കര സന്തോഷമായിട്ടോ. ഇനി അടുപ്പിന് ഞാൻ തിരിഞ്ഞു നോക്കില്ല കേട്ടോ. ഇനി ഗ്യാസിൽ തന്നെയാണ് പണി മൊത്തം. അങ്ങനെ മീനൊക്കെ മസാലയാക്കി വെച്ചതും ഒക്കെ മസാലയൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഏട്ടനാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ചളവറയ്ക്ക് പോയി, പുറത്തേക്കൊന്ന് പോയിട്ടുണ്ട്. ഏട്ടപ്പോൾ വരും, അപ്പത്തിന് മീനൊക്കെ വറുത്ത് സെറ്റാക്കി വെക്കിട്ടോ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ പോയിരിക്കുന്നത്. അപ്പോൾ ഗ്യാസ് കത്തിച്ച് വെക്കുമ്പോൾ പൊട്ടത്തരം ചെയ്യാൻ കേട്ടോ. അവിടെ ഓണാക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ സിലിണ്ടറിൽ. അതൊക്കെ ഓണാക്കി അങ്ങനെ മീനൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ്ടില്ലേ ഒരു ഭാഗമൊക്കെ നന്നായിട്ട് ആയി വന്നിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് മറിച്ചിടാനൊക്കെയാണ് നല്ല പണി. കാരണം ഈ ഒരു മീൻ എന്ന് പറയുമ്പോൾ ഒട്ടിപ്പിടിച്ചിരിക്കും. പൊടിഞ്ഞ് വരേണ്ട മീനായ കാരണം കൊണ്ട് തന്നെ ഒട്ടിപ്പിടിച്ചിങ്ങനെ ഇരിക്കുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ട് മറിച്ചിടാൻ നല്ല പണിയാണ്. പിന്നെ നന്നായിട്ട് മൊരിഞ്ഞ് കഴിഞ്ഞാലാണ് കേട്ടോ അത് മറിച്ചിടാനൊക്കെ പറ്റുള്ളൂ. എന്ന് വെച്ചാൽ മീനിനെ തിരിച്ചിടുക കേട്ടോ, അതാണ് ഉദ്ദേശിച്ചത്. അപ്പോൾ മീൻ ഞാൻ നോക്കിയപ്പോൾ ആയിട്ടില്ല. അപ്പോൾ ഒന്നും കൂടി അവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് നേരം കൂടി വെച്ചിട്ട് ഒന്നും കൂടി ആവട്ടെ എന്ന് വിചാരിച്ചു. കുറച്ച് എണ്ണയും കൂടി ഒഴിച്ചു കൊടുത്തു കേട്ടോ. എന്നിട്ട് അതിന് ശേഷം കുറച്ച് കഴിഞ്ഞിട്ട് വന്ന് നോക്കിയപ്പോൾ നമ്മുടെ മീനൊക്കെ റെഡി ആയിട്ടുണ്ടായിരുന്നു. ഏട്ടാണെന്നുണ്ടെങ്കിൽ വന്നിട്ടൊന്നുമില്ല കേട്ടോ. തുമ്പിക്കുട്ടിയാണെങ്കിൽ അംഗനവാടി പോയല്ലോ. ഞാൻ ഒറ്റയ്ക്കുള്ളൂ ഇവിടെ. കുറച്ച് നേരം ഫോണിൽ നോക്കിയിരുന്നു. ഉറക്കം തൂങ്ങിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. അപ്പോഴാണ് അയ്യോ മീൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ടല്ലോ, അല്ല ഗ്യാസിൽ വെച്ചിട്ടുണ്ടല്ലോ എന്നുള്ള ഓർമ്മ. അപ്പോൾ അങ്ങനെ ഓടിപ്പാഞ്ഞ് വേഗം വന്നപ്പോൾ മീനൊക്കെ കറക്റ്റായിട്ട് ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ ഇങ്ങനെ ഇളക്കുമ്പോൾ കിട്ടണമുണ്ടായിരുന്നു. ഇനി വേഗം ഒന്ന് മറിച്ചിടുക, അത്ര തന്നെ വേണ്ടുള്ളൂ. പിന്നെ കുറച്ച് എളുപ്പം വറക്കണുള്ളൂ കേട്ടോ. ബാക്കിയുള്ള ഫ്രിഡ്ജിലേക്ക് വെക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ നമ്മുടെ മീൻ വറക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനി ഒരു ഭാഗം കൂടി തന്നെ ആവാനുള്ളൂ കേട്ടോ. നമ്മുടെ മീൻ വറക്കലൊക്കെ കഴിഞ്ഞു. ബാക്കിയുള്ള മീനൊക്കെ ഞാൻ ഫ്രിഡ്ജിലേക്ക് എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. വൈകുന്നേരത്ത് വറക്കാം, അല്ലെങ്കിൽ ഇതിൻ്റെ ബാക്കി ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ ഇരുന്നോട്ടെ, നാളേക്ക് വറക്കാമല്ലോ എന്ന് വിചാരിച്ചു. അപ്പോൾ ഇന്നേക്ക് ഇപ്പോൾ ഉച്ചയ്ക്ക് കഴിക്കാനുള്ള, രാത്രിക്ക് കഴിക്കാനുള്ള ഇതിൽ തന്നെ ഉണ്ട് കേട്ടോ. അങ്ങനെ അതെല്ലാം കഴിഞ്ഞ് പിന്നെ ഫുഡ് കഴിക്കാനായിട്ട് ഇരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുമ്പോൾ ഇത്ര തന്നെ ഉള്ളൂ. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. ഇനി എന്തായാലും പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും ബൈ.